നമ്മുടെ എല്ലാം വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചവനപ്രാശം അല്ലേ? പല കമ്പനികളും ഇത് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ രണ്ട് വലിയ ചവനപ്രാശ ബ്രാൻഡുകൾ തമ്മിൽ പരസ്യത്തെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കത്തിൽ ഡൽഹി ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പതഞ്ജലി ആയുർവേദയുടെ പരസ്യങ്ങൾക്കെതിരെ ഡാബർ നൽകിയ കേസിലാണ് ഈ വിധി. എന്താണ് ഈ വിധി? ഇത് പരസ്യ ലോകത്ത് എന്തു മാറ്റം ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഡാബറിന്റെ ചവനപ്രാശത്തെ മോശമാക്കുന്ന രീതിയിൽ പതഞ്ജലി പരസ്യം ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഡാബർ കോടതിയെ സമീപിച്ചിരുന്നു. പതഞ്ജലിയുടെ പരസ്യത്തിലെ രണ്ട് ഭാഗങ്ങളായിരുന്നു പ്രധാനമായും തർക്ക വിഷയം. ഒന്ന്, സാധാരണ ചവനപ്രാശം എന്തിനുപയോഗിക്കണം, 40 മരുന്നുകൾ ചേർത്തത് എന്ന വരി. മറ്റൊന്ന്, ആയുർവേദത്തെയും വേദങ്ങളെയും കുറിച്ച് അറിയാത്തവർക്ക് ചരകത്തിന്റെയും ശുശ്രുതന്റെയും ധന്വന്തരിയുടെയും ച്യവന മഹർഷിയുടെയും പാരമ്പര്യത്തെക്കുറിച്ച് എങ്ങനെ ശരിയായ ചവനപ്രാശം ഉണ്ടാക്കാൻ കഴിയും എന്ന ചോദ്യം. ഈ പരസ്യഭാഗങ്ങൾ തടഞ്ഞുകൊണ്ട് ഒരു സിംഗിൾ ജഡ്ജ് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ പതഞ്ജലി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും 40 മരുന്നുകൾ എന്ന പരാമർശം തങ്ങളുടെ പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പതഞ്ജലിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുണ്ടായിരുന്നു. ഈ ഭാഗം ഡാബറിനെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നതാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് ഈ പരാമർശം പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന കോടതിയുടെ നിർദ്ദേശം ശരിവെക്കുകയായിരുന്നു. അതുപോലെ ആയുർവേദത്തെ കുറിച്ചുള്ള അറിവിനെ പറ്റി ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെ വരിയും പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ സാധാരണ ചവനപ്രാശം എന്തിനുപയോഗിക്കണം എന്നതിനെ കുറിച്ച് കോടതിക്ക് മറ്റൊരു നിലപാടായിരുന്നു. എന്റേതാണ് ഏറ്റവും മികച്ചത്, മറ്റുള്ളവ സാധാരണയാണ് എന്ന് പറയാൻ എല്ലാ കമ്പനികൾക്കും അവകാശമുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം അവകാശവാദങ്ങൾ പരസ്യത്തിൽ അനുവദനീയമായ അതിശയോക്തിയുടെ ഭാഗമാണെന്നും കോടതി വ്യക്തമാക്കി. 40 മരുന്നുകൾ എന്ന പരാമർശം ഒഴിവാക്കിയാൽ സാധാരണ ചവനപ്രാശം എന്തിനു ഉപയോഗിക്കണം എന്ന വാചകം എതിരാളിയെ മോശമായി ചിത്രീകരിക്കുന്നതായി കണക്കാക്കില്ല എന്നും കോടതി കൂട്ടിച്ചേർത്തു. ഡാബറിന്റെ ഉൽപ്പന്നം ഡ്രഗ് ആക്ടിന്റെ കീഴിൽ വരുന്ന ഒന്നാണെന്നും അതിനാൽ അതിനെ സാധാരണം എന്ന് വിളിക്കാൻ പാടില്ലെന്നും ഡാബറിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ചവനപ്രാശം ഒരു ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വാങ്ങാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഒരു ക്യാൻസർ മരുന്നിനെയാണ് സാധാരണം എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ഗൗരവകരമാണ്. എന്നാൽ ചവനപ്രാശം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാധാരണ വസ്തുവാണ്. പരസ്യ നിയമങ്ങൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ ഉൽപ്പന്നത്തെ നേരിട്ട് ആക്ഷേപിക്കാതെ നിങ്ങളുടെ ഉൽപ്പന്നം മികച്ചതാണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ചുരുക്കത്തിൽ പരസ്യങ്ങളിൽ എതിരാളികളെ നേരിട്ട് ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ പാടില്ല. എന്നാൽ സ്വന്തം ഉൽപ്പന്നത്തെ ഏറ്റവും മികച്ചതായി കാണിക്കാനും മറ്റുള്ളവയെ സാധാരണം എന്ന് പറയാനും നിയമം അനുവദിക്കുന്നുണ്ട്. ഇത് പരസ്യ ലോകത്ത് പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.